ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമില്ലേ? അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് തയ്ക്കാൻ അറിയാത്തവർക്കും അളവെടുക്കാൻ അറിയാത്തവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നെയ്റ്റി അടിക്കാനാണ്. നെയ്റ്റി തുണിയെ ഇതുപോലെ ഒറ്റയാക്കി നിവർത്തിയെടുക്കാം. ഇതുപോലെ നീളത്തിലിട്ടിട്ട് നെയ്റ്റി തുണീനെ നല്ലപോലെ നീളത്തിലുണ്ടാവുന്ന നെയ്റ്റി തുണിനെ ഇതുപോലെ നീളത്തിലിട്ടിട്ട് രണ്ടാക്കി മടക്കിയെടുക്കാം. ഇതുപോലെയാണ് മടക്കി കൊടുക്കുന്നത്. ഇനി ഇതുപോലെ മടക്കിയ ശേഷം ഇത് പകുതിയാക്കിയിട്ട് ഒന്നുകൂടി മടക്കി കൊടുക്കാം. മടക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യാൻ പോകുന്ന കഴുത്ത് അടയാളപ്പെടുത്തുന്ന ഭാഗത്ത് ഇതുപോലെ മടക്ക് വരണം. പൊളിയില്ലാതെ ഇതുപോലെ മടക്ക് വരുന്ന ഭാഗമാണ് കഴുത്ത് വെട്ടുന്ന ഭാഗത്തേക്ക് വരേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് അളവ് തുണി വെച്ച് കൊടുക്കാം. അതിനായിട്ടൊരു അളവ് നെയ്റ്റി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നിവർത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അടി മറിച്ചിട്ടിട്ടാണ് നമ്മൾ അളവെടുക്കാൻ പോകുന്നത്. എല്ലാവിടെയും ഇതുപോലെ നന്നായിട്ടൊന്ന് ഒപ്പാക്കി കൊടുക്കാം. നെയ്റ്റി തുണിയുടെ മുകളിലേക്ക് ഇതുപോലെ അടിച്ച് വെച്ച നെയ്റ്റി അളവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ എല്ലാവിടെയും തുണി നന്നായി ഒപ്പാക്കി കൊടുക്കുക. ഇനി ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മൾ അടിച്ച് വെച്ച നെയ്റ്റിൻ്റെ അളവിന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അടിയും കൂടി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അളവ് കിട്ടും. അപ്പോൾ ഇതുപോലെ കഴുത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. റൗണ്ട് കഴുത്താണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു വി ഷേപ്പ് കഴുത്താണ്. അപ്പോൾ അതിന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചോക്ക് വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക. എല്ലാവിടെയും 1 ഇഞ്ച് കയറ്റി വെട്ടുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചും കൂടി വരുന്ന സമയത്ത് കറക്റ്റാവും. അപ്പോൾ ഇതുപോലെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി അത് ഈ ഷേപ്പിനനുസരിച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്കി കൂടി ഈ നെയ്റ്റിക്ക് അനുസരിച്ച് അളവെടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സിബിൻ്റെ ഭാഗവും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് അടയാളത്തിന് വെച്ചിരിക്കുന്ന നെയ്റ്റി എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ബാക്ക് കഴുത്താണ് വെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് വെട്ടിക്കൊടുക്കാം. ഫ്രണ്ട് കഴുത്ത് വെട്ടുന്ന സമയത്ത് ഒരു കഴുത്ത് മാത്രം എടുത്ത് വെട്ടണം. രണ്ടും കൂടി ചേർത്ത് വെട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഫ്രണ്ടിലത്തെ കഴുത്ത് വെട്ടുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ആ ഒരു ലെയർ മാത്രം എടുത്തിട്ട് വെട്ടാൻ നോക്കുക. ഇനി നമ്മൾ ഈ ഷോൾഡർ കൈക്കുഴി വെട്ടുന്നുണ്ട്. അതുകൂടി അതുപോലെ വെട്ടിക്കൊടുക്കാം. ഷോൾഡർ ഇതുപോലെ രണ്ടാക്കി കൊടുക്കാം. ഷോൾഡർ രണ്ടാക്കിയ ശേഷം ഒരു ലെയർ ഫ്രണ്ടിലത്തെ കഴുത്തിൻ്റെ ലെയർ മാത്രം എടുത്തിട്ട് കഴുത്ത് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ കഴുത്ത് വെട്ടിയ ശേഷം അതിലേക്ക് സിബിനുള്ള അളവ് കൂടി വെട്ടിക്കൊടുക്കാം. ഇതുകൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കൈയാണ് വെട്ടിയെടുക്കേണ്ടത്. അപ്പം നേരത്തെ തന്നെ നമ്മൾ കൈക്കുഴി മുറിച്ചിരിക്കുന്ന അവിടെ ബാക്കിയുള്ള ഭാഗം കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കൈ വെട്ടിയെടുക്കാം. ഇതുപോലെ കുറച്ച് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്റ്റിക്കൊക്കെ കഴുത്തടിക്കുന്ന സമയത്ത് ക്രോസ് പീസ് ജോയിൻ ചെയ്ത് അടിച്ചിട്ടാണ് കഴുത്ത് അടിച്ചു കൊടുക്കൽ. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് കൂടി വെട്ടിയെടുത്ത ശേഷം ഇങ്ങനെയാണ് ഇത് കൂട്ടിയടിക്കുന്നത്. ഒരു വശം അങ്ങോട്ടും ഒരു വശം ഇങ്ങോട്ടും വെച്ചിട്ട് ഇതുപോലെ കൂട്ടിയടിക്കാം. അത് ഇതുപോലെ തിരിച്ചിട്ട ശേഷം അതിന് മേലടി അല്ലെങ്കിൽ പതിച്ചടി എന്നൊക്കെ പറയും, അതുകൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെ എല്ലാം കൂടി ജോയിൻ്റ് ആക്കി എടുക്കാം. അപ്പോൾ കട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.